അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞങ്ങളെന്ന വീഡിയോ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട താരീഖിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരങ്ങളും പരിചയപ്പെടാം. ആദ്യ പ്രവർത്തനം, ഉത്തരം എഴുതാം. ഉഹദിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്നത് ആരാണ്? ഉത്തരം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ചോദ്യം 2. തടവുകാരാക്കപ്പെട്ട ദരിദ്രരിൽ ചിലർ മോചനം നേടിയത് എങ്ങനെയാണ് മോചനം നേടിയത്? മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ മോചിതരായി. അടുത്ത ചോദ്യം, പ്രതിരോധത്തിന് സത്യവിശ്വാസികൾക്ക് അനുവാദം ലഭിച്ചത് എപ്പോൾ? ഉത്തരം ഹിജ്റ 2ാം വർഷം സഫർ മാസത്തിൽ. ആ ഡേറ്റും മാസമാണ് എഴുതേണ്ടത്, വർഷം മാസം അല്ലാതെ അത് അനുവാദം ലഭിക്കാനുണ്ടായ കാരണമല്ല കേട്ടോ. കാരണം ചോദിക്കുമ്പോഴാണ് കാരണം എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഉഹദ് യുദ്ധം ഉണ്ടായ വർഷവും മാസവും ഏത്? ഉഹദ് യുദ്ധം ഉണ്ടായ വർഷവും മാസവും. ഹിജ്റ 3ാം വർഷം ശവ്വാൽ മാസത്തിൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉഹദ്, ബദർ, ഖന്തക്ക് ഇങ്ങനെ തുടങ്ങിയ എല്ലാ യുദ്ധങ്ങളുടെയും വർഷവും മാസവും അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത സ്വഹാബികളും ശത്രുക്കളും അവർക്കുണ്ടായിരുന്ന ആയുധങ്ങളും മറ്റൊക്കെ ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്തത്, മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതെല്ലാം? മദീനയിലെ ജൂതഗോത്രങ്ങൾ 3 ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. അടുത്തത് ചോദ്യം, ഖന്തക്കിൽ കിടങ്ങ് കീറിയ സഹാബികൾ എത്ര പേരാണ്? ഖന്തക്കിൽ കിടങ്ങ് കീറിയ സഹാബികൾ എത്ര പേരാണ്? 3000 പേര്. ഒരു വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു കിടങ്ങ് കീറിയത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കട്ടോ, ഖന്തക്കിൽ കിടങ്ങ് കീറിയ സഹാബികൾ എങ്ങനെയായിരുന്നു കിടങ്ങ് കീറിയിരുന്നത്? അപ്പോൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് എന്നേതാണ്. അടുത്തത്, ഉഹദിൽ ഷഹീദായ സഹാബികൾ. ഉഹദിൽ എത്ര പേര് ഷഹീദായി? 70 പേര് ഷഹീദായി. അടുത്തത്, ഉഹദ് യുദ്ധത്തിൽ വഴിയിൽ വെച്ച് മടങ്ങിയ മുനാഫിക്കുകൾ എത്ര പേരാണ്? 300 പേര്. വഴിയിൽ വെച്ച് മടങ്ങിയ മുനാഫിക്കുകൾ 300 പേരാണ്. ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കൂല, ഉഹദ് യുദ്ധത്തിൽ വഴിയിൽ വെച്ച് മടങ്ങിയ ആളുകൾ ആരായിരുന്നു, അങ്ങനെ കൊടുക്കും. ചോദ്യം പലതരത്തിൽ വരും. മുനാഫിക്കുകൾ എന്ന് എഴുതണം, അല്ലെങ്കിൽ കപടവിശ്വാസികൾ. അടുത്ത ചോദ്യം, ബദറിൽ ഷഹീദായ സഹാബികൾ. ബദറിൽ എത്ര പേര് ഷഹീദായി? ഉത്തരം 14 പേര്. ബദർ യുദ്ധത്തിൻ്റെ ആ പാഠം ഉണ്ടല്ലോ, അതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുറേ ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല വായിച്ചു പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, നബിതങ്ങൾ സംബന്ധിച്ച യുദ്ധം. നബിതങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് ഗസ്വത്ത് എന്നാണ്. അടുത്തത്, നബിതങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്ക് സരിയ്യത്ത് എന്നും പറയും. അടുത്തത്, ബദറിൽ പൂരിപ്പിക്കാനാണ് കേട്ടോ. ബദറിൽ മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ബദറിൽ
മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു. അടുത്തത് ബദറിൽ തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം ഡാഷ്. ബദറിൽ തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്തു മോചിതരായി. 3. ഖന്തത്തിന് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഖന്തത്തിന് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹ്സാബ് എന്നും പേരുണ്ട്. ഇതുപോലെ ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ക്വിസ് നമ്മുടെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലുണ്ടാകും. അതെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ ഏറെ ഉപകരിക്കുന്ന ഒരു ക്വിസാണ്. അതുപോലെ തന്നെ മോഡൽ ചോദ്യ പേപ്പറുകളും ഞാൻ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് എടുത്ത് ആവർത്തിച്ച് കാണുക. ഇനി അടുത്ത ചോദ്യം, സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഡാഷ്. ഒരുമിച്ച് കൊടുക്കാനാണ്. സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഇനി അടുത്ത പ്രവർത്തനം എണ്ണം എഴുതാനുള്ളതാണ്. ബദറിൽ ഖുറൈശികളുടെ കുതിരകൾ. എത്ര കുതിരകളാണ് ബദറിലുണ്ടായിരുന്നത് ഖുറൈശികൾക്ക്? ഉത്തരം 200. ചോദ്യം, ഉഹദ് ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ. ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ 23. അടുത്തത് ഉഹദിൽ ശത്രുക്കളുടെ കുതിരകൾ. ഉഹദിൽ ശത്രുക്കളുടെ കുതിരകൾ 200 200 കുതിരകളാണ്. അടുത്തത് ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി യോദ്ധാക്കൾ എത്ര പേരാണ്? 70 പേര്. അതുപോലെ നമ്മുടെ താരീഖിലെ റിവിഷൻ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റിൽ 5ാം ക്ലാസ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിൽ പോയി കഴിഞ്ഞാൽ റിവിഷൻ ക്ലാസ് ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.